അസ്സലാമലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ എനിക്ക് കമൻറ്റിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസറും ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ഇസ്ലാമിക് ക്വിസിൻ്റെ ആൻസർ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് എന്ന പേജ് ഖുർആനിൽ ഡയറക്റ്റായിട്ട് എത്ര പ്രാവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. 4 പ്രാവശ്യമാണ് മുഹമ്മദ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേജ് ഡയറക്റ്റായിട്ട് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ട് എത്ര മക്കളാണ് ഉള്ളത്? ആൻസർ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അറിയത്തില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ആൻസർ പറഞ്ഞു തരാം. ഇനി നമുക്ക് കമൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയാം. ഒന്നാമതായിട്ട് ചോദിച്ചത് മുസ്ലിം ഗേൾസ് ജോലിക്ക് പോകുന്നതിനെ പറ്റി ഇസ്ലാമിൽ പറയുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നാണ്. നമുക്ക് ഖുർആനിലും ഹദീസിലും പറയുന്നത് വെച്ച് നോക്കാം. സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംന സ്വലാത്ത വആതീന സകാത്ത വഅതിഅനല്ലാഹ വറസൂലഹു ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈതി വയുതഹിറകും തത്ഹീറാ. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാതകാലത്തെ സൗന്ദര്യപ്രകടനം, അതായത് ജാഹിലിയ കാലത്തെ സൗന്ദര്യപ്രകടനം പോലുള്ള സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. വീട്ടുകാരെ നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഇനി സൂറത്തുൻ നിസായിലെ 34-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, റിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. Men are the protectors and maintainers of women because Allah has given one more strength than the other and because they spend from their wealth. ഇനി സൂറത്തുൽ ബഖറയുടെ 233-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വ അലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വ കിസ്വത്തുഹുന്ന ബിൽ മഅറൂഫി. Upon the father is the provision and clothing of the mothers in a fair manner. അതായത് അള്ളാഹു സ്ത്രീകളുടെ സൗകര്യത്തിനു വേണ്ടി പറയുന്നത് സ്ത്രീകളോട് വീട്ടിലിരിക്കുവാനും ഇബാദത്തുകൾ ചെയ്യുവാനും അവരുടെ സൗന്ദര്യ പ്രകടനങ്ങൾ മറ്റുള്ളവരെ കാണിക്കാതിരിക്കുവാനുമാണ്. സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ആണുങ്ങളാണ്. സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ്. പക്ഷേ അള്ളാഹു സ്ത്രീകൾ അവരുടെ സ്വയം ഇഷ്ടപ്രകാരം ജോലിക്ക് പോകുന്നതിൽ വിലക്കും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക് റൂൾ അനുസരിച്ച് ഇസ്ലാമിക് ബൗണ്ടറിയുടെ അകത്ത് നിന്നേ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പാടുള്ളൂ. അതായത് സൗന്ദര്യ പ്രകടനങ്ങൾ നടത്താതെ ഔറത്തെല്ലാം മറച്ച് മൊഡസ്റ്റ് രീതിയിൽ വസ്ത്രം ധരിച്ച് അവരുടെ ഫാമിലി ഡ്യൂട്ടീസ് എല്ലാം നിറവേറ്റുകയും നോൺ മെഹറംസുമായി മിങ്കിൾ ചെയ്യാതെ ഹലാലായ രീതിയിൽ പണം സമ്പാദിക്കുന്ന ജോലികൾക്ക് അവർക്ക് പോകാം. ഒരു ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും ഭർത്താവിന് ആ സ്ത്രീയെ ഫോഴ്സ് ചെയ്യിക്കാൻ പാടില്ല ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ ഫിനാൻഷ്യൽ ഡ്യൂട്ടീസും ഭർത്താവിനുള്ളതാണ്. ഇനി ഒരു സ്ത്രീ ജോലിക്ക് പോയി ഉണ്ടാക്കുന്ന പൈസ അവരുടെ ഭർത്താവിനോ ഫാമിലിക്കോ വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ മനസ്സുകൊണ്ട് അവർ കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം, അല്ലാതെ ഭർത്താവിന് ചോദിച്ച് വാങ്ങാനുള്ള അവകാശമില്ല. സ്വഹീഹ് ബുഖാരിയിലെ 5066-ാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കാം, യുവാക്കളെ, നിങ്ങളിൽ ആർക്ക് വിവാഹത്തിൻ്റെ ബാധ്യതകൾ നിർവഹിക്കാൻ കഴിവുണ്ടോ അവൻ വിവാഹം കഴിക്കട്ടെ. കാരണം അത് കണ്ണിനെ ഏറ്റവും നന്നായി താഴ്ത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആർക്ക് കഴിയുന്നില്ലെങ്കിൽ അവൻ നോമ്പ് നോക്കട്ടെ, കാരണം നോമ്പ് അവനൊരു കവചം ആണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പുരുഷന്മാർക്ക് അവരുടെ വിവാഹത്തിൻ്റെ ബാധ്യതകൾ നിർവഹിക്കാൻ കഴിവുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, കഴിവില്ലെങ്കിൽ അവർ നോമ്പ് അനുഷ്ഠിക്കുക എന്നാണ്. അപ്പോൾ ഒരിക്കലും ഒരു പുരുഷനും ഭാര്യ ജോലിക്ക് പോയി നമ്മളെ നോക്കുമെന്നോ ഭാര്യയുടെ സ്ത്രീധനം കണ്ടോ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. ഇസ്ലാമിൽ സ്ത്രീധനം എന്ന കൺസെപ്റ്റുമില്ല.
പക്ഷേ നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് നല്ലത്. കാരണം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അള്ളാഹുവിനെയൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവർ കുറച്ച് പേരൊക്കെ കാണത്തുള്ളൂ. നമുക്ക് ചിലപ്പോൾ ആഹാരവും നമ്മുടെ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളൊക്കെ കിട്ടും, പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ല. അതൊക്കെ നിറവേറണമെങ്കിൽ നമുക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ നിറവേറ്റി തരുന്നവരും കാണും, പക്ഷേ നമുക്ക് ചോദിക്കാനും മടിയായിരിക്കും. ചിലപ്പോൾ ചോദിച്ചാൽ നിറവേറ്റി തരാത്തവരും കാണും. പിന്നെ നമ്മുടെ ഫ്യൂച്ചറും നമ്മുടെ ആരോഗ്യങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഫാമിലിയുടെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട അവസ്ഥയും വരും. അതുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി അടുത്ത കമൻറ്റിൻ്റെ ആൻസർ പറയാം. നമ്മൾ നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതിനുമൊക്കെയുള്ള മടി മാറാനുള്ള ടിപ്സ് പറയുമോ എന്ന്. ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ടത് എപ്പോഴും നമ്മുടെ ഖബറിനെ കുറിച്ചാണ്. നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് പറയും, അള്ളാഹുവെ നമ്മളെ ഒന്ന് തിരിച്ചു വിടുമോ, നമ്മൾ നിസ്കരിക്കാം, എല്ലാം ഖുർആൻ ഓതാം എന്നൊക്കെ പറയും. അതിനെക്കാട്ടി നമ്മൾ ഓർക്കണം ഇവിടെ വെച്ച് നമ്മൾ ചെയ്യുന്നതാണെന്ന്. നമ്മൾ നിസ്കരിക്കാതെയും ഖുർആൻ ഓതാതെയും ഇരിക്കുന്നതുകൊണ്ടാണ് അതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നുന്നത്. നമ്മൾ നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതുമൊക്കെ ശീലമാക്കിയാൽ നമുക്കൊക്കെ അത് സിമ്പിളായിട്ട് തോന്നും. എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടിപ്പോയാൽ 2 മാസമൊക്കെ വിഷമം കാണും. അത് കഴിഞ്ഞാൽ അവരെല്ലാവരും മറന്ന് സാധാരണ പോലെയാവും. പിന്നെ അവർ വർഷത്തിലൊരിക്കൽ നമ്മളെ ഓർക്കും, നമ്മൾ മരിച്ച ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഓർക്കത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ടി ഖുർആൻ ഓതുമായിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ഖബറിൽ ഇങ്ങനെ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഓതുന്നത് കാത്തിരിക്കുന്നതാണോ നല്ലത്, നമ്മൾ ഇപ്പോഴേ ഓതി നമ്മുടെ ഖബറിൽ സൂക്ഷിച്ച് വെക്കുന്നതാണോ നല്ലത്? മടി കാരണം നിസ്കാരം ഒഴിവാക്കുന്നെങ്കിൽ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ രാവിലെ സുബഹിക്ക് എന്തായാലും എണീറ്റ് നിസ്കരിക്കണം. സുബഹിക്ക് എണീക്കാൻ നേരത്ത് നമ്മൾ ഓർക്കണം 2 റക്കാത്തല്ലേ ഉള്ളു, ലോഹറൊക്കെ 4 റക്കാത്തല്ലേ, 2 റക്കാത്ത് പെട്ടെന്ന് തീരുമെന്ന് ഓർത്തിട്ട് എണീറ്റ് നിസ്കരിക്കണം. പിന്നെ ലോഹറിന് നമ്മൾ 2:30-ക്ക് നിസ്കരിക്കണം, എന്നിട്ട് 3:30-ക്കല്ലേ അസർ. അപ്പോൾ ആ ഒന്നുവിൽ തന്നെ ലോഹറും അസറും കൂടെ നിസ്കരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഖുർആൻ ഓതണം. ഇതുപോലെ നമ്മൾ മഗ്‌രിബിനും ഇശായ്ക്കും നിസ്കരിക്കണം. മഗ്‌രിബിന് നമ്മൾ 6:30-ക്ക് നിസ്കരിച്ചിട്ട് ഇശ 7:20 ഒക്കെ ആകുമ്പോൾ നിസ്കരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഖുർആൻ ഓതണം. മടിയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാത്തവർ കറക്റ്റായിട്ട് നിസ്കരിച്ചാൽ മതി. നിസ്കരിക്കാതെ ഇരിക്കുന്നതിനേക്കാട്ടി എത്രയോ നല്ലതാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്. അടുത്ത കമൻറ്റിൻ്റെ ആൻസർ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹദ്ദാദ് ബെനിഫിറ്റ്സിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നാണ്. ആദ്യം ഹദ്ദാദ് എന്തെന്ന് മനസ്സിലാക്കണം. റതീബ് അൽ ഹദ്ദാദ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഇതിൽ ഹദീസിൽ നിന്നുള്ള കുറച്ച് ദുആകളും പിന്നെ ഖുർആനിക് വേഴ്സസും പിന്നെ കുറച്ച് ദിക്റുകളുമൊക്കെയാണ് ഇതിലുള്ളത്. ഇത് യമനി സ്കോളറായ ഇമാം അബ്ദുള്ള ഇബ്നു അലാവി അൽ ഹദ്ദാദ് എഴുതിയ ഒരു ബുക്കാണ്. ഇതിൽ സൂറത്തുൽ ഫാത്തിഹ ഉണ്ട്, ആമനർ റസൂലുണ്ട്, ആയത്തുൽ കുർസിയുണ്ട്, പിന്നെ കുറച്ച് ദിക്റുകളുണ്ട്, ദുആ ഓഫ് ഇസ്തിഗ്ഫാർ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തുണ്ട്. 7 പേജാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിത് കമൻറ്റിൽ ഇതിൻ്റെ PDF പിൻ ചെയ്ത് വെക്കാം. ഇതിലുള്ള ഓരോ സൂറത്തിനായാലും ഓരോ ഖുർആനിക് ആയത്തിനായാലും ദുആകൾക്കായാലും സ്വലാത്തിനായാലും എല്ലാത്തിനും ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് ഓരോ പ്രതിഫലങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് മൊത്തത്തിൽ പറഞ്ഞു തരാം. നമുക്ക് എല്ലാ ദോഷങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടും, പാപമോചനം കിട്ടും, മനസ്സിന് സമാധാനം കിട്ടും, നമുക്ക് ബർക്കത്ത് ലഭിക്കും, യാത്രയിൽ നമുക്ക് സംരക്ഷണം കിട്ടും, ഉറക്കത്തിൽ നമുക്ക് സംരക്ഷണം കിട്ടും, നമ്മുടെ ഈമാൻ വർദ്ധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹുവിനോടും നമ്മൾ കൂടുതൽ അടുക്കും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൂറ് ലഭിക്കും, നമുക്ക് അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കും. ഇതുപോലുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടും. ഇനി അടുത്ത കമൻറ്റിൻ്റെ ആൻസർ പറയാം. നേരത്തെ എഴുന്നേൽക്കാനുള്ള ടിപ്പ് പറയുമോ എന്നാണ്. നമ്മൾ നേരത്തെ എണീക്കണമെങ്കിൽ രാത്രി തന്നെ നമ്മൾ തീരുമാനിക്കണം രാവിലെ ഇത്ര മണിക്ക് നമ്മൾ എണീക്കണമെന്ന്. എന്നിട്ട് ആ സമയത്ത് നമ്മൾ അലാറം വെച്ചിട്ട് കിടക്കണം. നമ്മൾ ഫോണിൽ നോക്കി കുറേ നേരം കിടക്കരുത്. നമ്മൾ നേരത്തെ എണീക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ നേരത്തെ കിടക്കാനും ശ്രമിക്കണം. എന്നിട്ട് നമ്മൾ അലാറം വെക്കുന്ന ഫോണ് നമ്മളിൽ നിന്ന് ദൂരെ മാറ്റി വെക്കണം. നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റ് പോയി ഫോൺ എടുക്കുന്ന രീതിയിൽ ഫോൺ മാറ്റി വെക്കണം.
രാത്രി കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ആയത്തുൽ കുർസിയും ആമന റസൂലും 3 പ്രാവശ്യം സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും സൂറത്തുൽ ഇഖ്ലാസും ഓതി ഉറങ്ങുമ്പോഴുള്ള ദുആയും ഓതിയിട്ട് കിടക്കണം. അപ്പോൾ നമുക്ക് ശൈത്താനിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കും. അപ്പോൾ രാവിലെ എണീക്കാനും നമുക്ക് തോന്നും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.